ഹലോ വെൽക്കം ബാക്ക് ടു ലേൺ എക്കണോമി മലയാളം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പോസ്റ്റ് കെയ്നീഷ്യൻ ഇക്കണോമിക്സ് എന്താണ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇത് എന്താണ് നോക്കിയിട്ട് വരാം. സോ കമ്മിങ് ടു പോസ്റ്റ് കെയ്നീഷ്യൻ ഇക്കണോമിക്സ്, ആദ്യമേ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇതൊരു സ്കൂൾ ഓഫ് ഇക്കണോമിക് തോട്ടാണ്. ഈ പോസ്റ്റ് കെയ്നീഷ്യൻ ഇക്കണോമിക്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഐഡിയാസ് ആൻഡ് ഐഡിയൽസ് ആണ്. അതായത് കുറച്ചധികം ഇക്കോണമിസ്റ്റ് നമ്മുടെ കെയ്ൻസിനെ ഫോളോ ചെയ്യുകയും കെയ്ൻസിന്റെ ഐഡിയാസ് ഒക്കെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഇക്കോണമിസ്റ്റുകൾ ലേറ്റർ ഓൺ അറിയപ്പെട്ടിരുന്ന ഒരു സ്റ്റിൽ അറിയപ്പെടുന്ന ഒരു പേരാണ് പോസ്റ്റ് കെയ്നീഷ്യൻ അല്ലെങ്കിൽ പോസ്റ്റ് കെയ്നീഷ്യൻ ഇക്കോണമിസ്റ്റ്. അപ്പോൾ ഇവരുടെ ഐഡിയ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് പെർസ്പെക്ടീവ്സിനെ പറ്റിയിട്ട് അവർ പറയുന്നുണ്ട്, ഒരുപാട് ആസ്പെക്ട്സ് ഓഫ് ദി ഇക്കോണമിനെ പറ്റിയിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി കെയ്ൻസിന്റെ ഐഡിയാസിന്റെ ഒക്കെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടിട്ട് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ, പോസ്റ്റ് കെയ്നീഷ്യൻ ഇക്കണോമിക്സ് എപ്പോഴും ഒരു ഡിമാൻഡ് ഡ്രിവൺ തിയറിക്ക് പ്രാധാന്യം കൊടുത്തു കൊണ്ടുപോകുന്ന ഒരു അപ്രോച്ചാണ്. അതായത് നമ്മളിപ്പോ കെയ്ൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ കെയ്ൻസും എപ്പോഴും എംഫസൈസ് ചെയ്തിരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ്, ഇഫക്റ്റീവ് ഡിമാൻഡ് എന്നുള്ള കാര്യങ്ങൾ. അതായത് അദ്ദേഹം പറയുന്നത് നമ്മുടെ സ്പെൻഡിങ്ങിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. Total spending in the economy influences the income that is generated in the economy. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇപ്പൊ നമ്മളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്തത് മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ ആ പ്രൊഡക്റ്റിന് വേണ്ടതായിട്ടുള്ള ഡിമാൻഡ് അവിടെ ഉണ്ടാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ എന്താണ് ആ പ്രൊഡക്ഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്? അപ്പൊ പ്രൊഡക്ഷൻ ഒരു ലോസിലേക്ക് പോകും. ഇൻ കേസ് ആ പ്രൊഡക്റ്റിന് ഡിമാൻഡ് കിട്ടുന്നില്ലെങ്കിൽ ഡിമാൻഡ് സൃഷ്ടിക്കാൻ കഴിയാത്ത ഒരു പ്രൊഡക്റ്റ് എന്നും അതൊരു ലോസ് മേക്കിംഗ് പ്രൊഡക്ഷനിലേക്ക് ആയിരിക്കും പ്രൊഡ്യൂസറിനെ നയിക്കുക. അപ്പൊ അവിടെ എന്താണ് നമുക്ക് കൊണ്ടുവരേണ്ടത്? ഡിമാൻഡ് കൂട്ടണം. അപ്പൊ അഗ്രിഗേറ്റ് ഡിമാൻഡിനെ, അതായത് മാർക്കറ്റിലുള്ള ഡിമാൻഡ്, മാർക്കറ്റ് ഡിമാൻഡ് ഫോർ എ പെർട്ടിക്കുലർ ഗുഡ്, അതിനാണ് എപ്പോഴും പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോയത് ആര്? പോസ്റ്റ് കെയ്നീഷ്യൻ ഇക്കണോമിക്സ്. അപ്പൊ അവർ പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ പോസ്റ്റ് കെയ്നീഷ്യൻ ഇക്കോണമിക്സ് പറയുന്നതനുസരിച്ച് നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡിൽ എപ്പോ ഫ്ലക്ച്വേഷൻസ് വരുന്നു ആ ഫ്ലക്ച്വേഷൻസ് നമ്മുടെ ഇക്കോണമിയെ ഇൻഫ്ലുവൻസ് ചെയ്യും, അല്ലെങ്കിൽ ഇക്കണോമിക് ഫ്ലക്ച്വേഷൻസിലേക്ക് അത് വഴി തെളിക്കും. അങ്ങനെ വരുമ്പോ ഇക്കോണമി ചിലപ്പോൾ ഒരു ഇൻസ്റ്റെബിലിറ്റി സിറ്റുവേഷനിലേക്ക് പോകേണ്ടതായിട്ടും വരും. അപ്പൊ ഇങ്ങനെയുള്ള ആസ്പെക്ട്സിനൊക്കെ തന്നെ നമ്മുടെ പോസ്റ്റ് കെയ്നീഷ്യൻ ഇക്കണോമിക്സ് ഇമ്പോർട്ടൻസ് കൊടുത്തു. പോസ്റ്റ് കെയ്നീഷ്യൻ ഇക്കണോമിക്സ് എപ്പോഴും എംഫസൈസ് ചെയ്തിരുന്നത് ഡിമാൻഡ് സൈഡ് ഓഫ് ദി ഇക്കോണമിക്കാണ്, അതിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അടുത്തത് എൻഡോജിനസ് മണി. എന്താണ് എൻഡോജിനസ് മണി കൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മളിപ്പോ മണി സപ്ലൈ, ഒരു ഇക്കോണമിയിൽ സപ്ലൈ ഓഫ് മണിയുടെ കേസ് എടുത്താൽ നമുക്കറിയാം ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വഹിക്കുന്നത് ആരാണ്? സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്കിന് മാത്രമേ ഒരു കൺട്രിയിൽ മണിയെ സപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. വേറൊരു ഓർഗനൈസേഷനോ വേറൊരു ബോഡിക്കോ വേറൊരു ഇൻഡിവിജ്വലിനോ ഫേമിനോ ഒന്നും തന്നെ അതിൻ്റെതായിട്ടുള്ള അധികാരം ഇല്ല. മണി സപ്ലൈക്ക് ഉള്ള അധികാരം സെൻട്രൽ ബാങ്കിന് മാത്രമാണ്. അപ്പൊ സെൻട്രൽ ബാങ്ക് ആണ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കുമായിട്ട് കണക്ട് ചെയ്തിരിക്കപ്പെടുന്ന മറ്റ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ആസ് വെൽ ആസ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെയാണ് നമ്മുടെ മണി സപ്ലൈനെ മെയിൻറ്റെയിൻ ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്നത്. സെൻട്രൽ ബാങ്ക് ഇതിനെ കൺട്രോൾ ചെയ്യുന്നു, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ ഇതിനെ, അല്ലെങ്കിൽ ബാങ്കിങ് മറ്റും ആയിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ ഇതിനെ സെൻട്രൽ ബാങ്ക് പറയുന്ന രീതിക്കൊത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ
ഇതിനപ്പുറം മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അതിനെയാണ് നമ്മുടെ പോസ്റ്റ് കെയ്നീഷ്യൻ ഇക്കണോമിക്സ് എംഫസൈസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ പറയുന്നത് ഡിമാൻഡ് ഫോർ ക്രെഡിറ്റ്. ഡിമാൻഡ് ഫോർ ക്രെഡിറ്റ്. അപ്പൊ നമ്മുടെ ബാങ്കിങ് സെറ്റപ്പ് അനുസരിച്ചിട്ട് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റം വരുന്നു. റെപ്പോ റേറ്റ്, റിവേഴ്സ് റെപ്പോ റേറ്റില്, ബാങ്ക് റേറ്റില്, പിന്നെന്താണ് നമ്മുടെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ SLRലും CRRലും ഒക്കെ മാറ്റം വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ അനുസരിച്ചിട്ട് ആൾക്കാർ അവരുടെ ക്രെഡിറ്റ് സിറ്റുവേഷൻ അതിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇപ്പൊ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്ന ഒരു അവസ്ഥയിൽ ലോൺ എടുക്കുന്നത് കൂടിയാൽ മാത്രമല്ലേ ആ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചത് കൊണ്ട് അതിന്റെ ഉദ്ദേശം അവിടെ നടപ്പാകുന്നുള്ളൂ. അതേപോലെ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ കൂട്ടുന്ന അവസ്ഥയിൽ അവിടെ സേവിങ്സ് ധാരാളമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ ആ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയത് കൊണ്ടുള്ള ഉപയോഗം അവിടെ വരുന്നുള്ളൂ. അപ്പോ റെസ്പോണ്ട് ചെയ്യേണ്ടത് എപ്പോഴും ആരാണ്? പബ്ലിക്, പീപ്പിൾ ആണ്. പീപ്പിളുടെ ഡിമാൻഡ് അനുസരിച്ചിട്ട് ആയിരിക്കും എപ്പോഴും മണി സർക്കുലേഷൻ കാര്യമായിട്ട് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മണി സപ്ലൈ എൻഡോജിനസ്ലി ഡിറ്റർമിൻഡ് ബൈ ഡിമാൻഡ് ഫോർ ക്രെഡിറ്റ് എന്നാണ് പോസ്റ്റ് കെയ്നീഷ്യൻ ഇക്കണോമിക്സ് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ അൺസർട്ടനിറ്റി ആൻഡ് എക്സ്പെക്ടേഷൻസിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ എക്സ്പെക്ടേഷൻസ് എപ്പോഴും നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്നു. എന്തുകൊണ്ടാണ് ഇന്ന് ഡിസിഷൻ എടുക്കുന്നത്? നമുക്കറിയാം ഇന്ന് നമ്മൾ എടുക്കുന്ന ഡിസിഷൻ തീർച്ചയായിട്ടും നമ്മളെ ഫ്യൂച്ചറിനെ നാളെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം എന്നുള്ള ഒരു എക്സ്പെക്ടേഷനോട് കൂടിയാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. ആൻഡ് നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്, ഇന്ന് ഞാൻ ഇങ്ങനെ ചെയ്താൽ അത് എന്റെ ഫ്യൂച്ചറിൽ നാളെ ഇങ്ങനെ ആയിരിക്കും അതിന്റെ ഇഫക്റ്റ് ഉണ്ടാവുക, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യണം. ഇതൊക്കെ എക്സ്പെക്ടേഷൻസ് ആണ്. പക്ഷെ അത് അങ്ങനെ തന്നെ നടക്കണം എന്നില്ല. ചിലപ്പം ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ അത് നേരെ മാറി തിരിഞ്ഞ് ഓപ്പോസിറ്റ് രീതിയിൽ വന്ന് ഭവിക്കാനും ചാൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യും. കാരണം ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസർട്ടൻ ആണ്. നമുക്ക് 100% ആക്യുറേറ്റ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ആക്യുറേറ്റ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് എൻ ഇംപോസിബിലിറ്റി. അത് ഇംപോസിബിൾ ആണ് അല്ലെ? അപ്പോ നമ്മൾ എക്സ്പെക്ടേഷൻസ് ഉണ്ടാക്കുന്നു, അതനുസരിച്ചിട്ട് നമ്മുടെ ഡിസിഷൻ എടുക്കുന്നു. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു അപ്രോച്ചും പോസ്റ്റ് കെയ്നീഷ്യൻ ഇക്കണോമിക്സ് പറയുന്നു. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നത് പോസ്റ്റ് കെയ്നീഷ്യൻ ഇക്കണോമിക്സിലേക്ക് വരുമ്പോൾ ഇത് എപ്പോഴും വേറിട്ട് നിൽക്കുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ട് ആണ്. നിയോ ക്ലാസിക്കൽ സ്കൂളിൽ നിന്നൊക്കെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് പോസ്റ്റ് കെയ്നീഷ്യൻസ് എടുത്തിട്ടുള്ളത്. എപ്പോഴും അവര് റിയൽ വേൾഡ് കോംപ്ലക്സിറ്റീസിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. സോ പോസ്റ്റ് കെയ്നീഷ്യൻസ് വിചാരിക്കുന്നത് എന്താ? റിയൽ വേൾഡ് എന്ന് പറയുമ്പോൾ അവിടെ കാര്യങ്ങൾ സിമ്പിൾ അല്ല, അവിടെ എല്ലാം കോംപ്ലക്സ് ആണ്. കാരണം നമുക്ക് ഇവിടെ റിസ്ക് എലമെന്റ് വരുന്നുണ്ട്, ലോസ് എലമെന്റ് വരുന്നുണ്ട്, അൺസർട്ടനിറ്റി വരുന്നുണ്ട്, അസിമെട്രിക് ഇൻഫോർമേഷൻ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇക്കോണമിയിൽ ഇൻസ്റ്റെബിലിറ്റി വരാം, ഇനിക്വാലിറ്റി വരാം, ഫൈനാൻഷ്യൽ ഇഷ്യൂസ് വരാം, ഫ്രജാലിറ്റി ആസ്പെക്ട്സ് വരാം. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ നമ്മൾ അഡ്രസ് ചെയ്യണം എന്നൊക്കെയാണ് നമ്മുടെ പോസ്റ്റ് കെയ്നീഷ്യൻ ഇക്കണോമിക്സ് പറയുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ സെഷൻ. നിങ്ങൾക്ക് നമ്മുടെ ലേൺ എക്കണോമിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ് കിട്ടും, ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും, ലൈവ് as well as റെക്കോർഡഡ് ക്ലാസ്സസ് കിട്ടും. അതുപോലെ MCQ ബേസ്ഡ് ആയിട്ടുള്ള വീക്ക്ലി ടെസ്റ്റും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നമ്മുടെ ലേൺ എക്കണോമിയ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്.
താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു കണ്ടന്റുമായിട്ട് ഉടനെ തന്നെ വരാം. ഓക്കെ, താങ്ക് യു.